അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തായ് മാംഗോ സ്റ്റിക്കി ഐസ്ക്രീമാണ്. അപ്പോൾ ഇതൊരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഡിസേർട്ടാണ്. അപ്പം അതിന് തായ് സ്റ്റൈലിലുള്ളതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. Welcome to Isha's Kitchen. അപ്പോൾ ഈ ഒരു ഡിസേർട്ട് ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തായ് ഗ്ലൂട്ടിനസ് റൈസ് ആണ്, അതായത് തായ് സ്റ്റിക്കി റൈസ്. അപ്പോൾ ഈ ഒരു റൈസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഡിസേർട്ട് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കുക്കിംഗ് മെത്തേഡൊക്കെ ഇതിൻ്റെ പാക്കറ്റിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരി എടുത്ത് നമുക്ക് നന്നായി കഴുകി വെള്ളത്തിലൊന്ന് കുതിർത്താൻ വെക്കാം. ഞാൻ ഇവിടെ 2 മണിക്കൂറാണ് കുതിർത്താനായിട്ട് വെക്കുന്നത്. ഈ തായ് സ്റ്റിക്കി റൈസ് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ബസ്മതി റൈസ്, അധികം നീളമില്ലാത്ത ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ ഡെസേർട്ട് ഉണ്ടാക്കാം. ഈ ഒരു റൈസ് ഉപയോഗിച്ചിട്ട് ഈ ഡെസേർട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്നാലും നമുക്ക് ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ടും അത്യാവശ്യം ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അരി ഒരു 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ കഴുകിയെടുത്തുള്ള അരി ഞാനിവിടെ നല്ല വെള്ളമൊഴിച്ച് കുതിർത്താനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അരി ഞാനിവിടെ 2 മണിക്കൂറാണ് കുതിർത്താനായിട്ട് വെച്ചത്. അപ്പം അരിക്ക് നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അരിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് ഈ അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത് ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്തി നിൽക്കുന്ന ഒരു ഡിസേർട്ടാണ്. ഷുഗർ ഞാൻ എടുത്തിട്ടുള്ളത് 1/3 കപ്പാണ്. ഇനി നമുക്കൊരു സോസ് പാനിലേക്ക് ഈ അരി ഇട്ട് കൊടുത്ത് തേങ്ങാപ്പാൽ ഞാൻ 1 കപ്പ് എടുത്തിട്ടുള്ളത്, പക്ഷേ 3/4 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ നോക്കിയിട്ട് നമുക്ക് ബാക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പം അരിയിലേക്ക് നമുക്ക് ഉപ്പും പഞ്ചസാരയും തേങ്ങാപ്പാലും ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം തിളച്ച് വന്നാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. കാരണം അത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ അരി വേവിക്കുന്ന ശരിയായ രീതി എന്ന് പറഞ്ഞാൽ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യാം. സ്റ്റീമറിൽ മേലൊരു തുണി വെച്ചിട്ട് അതിൻ്റെ മേലെ കുതിർത്തെടുത്തിട്ടുള്ള അരി വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ടാണ് ശരിയായ രീതിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ വേവിച്ചെടുക്കുകയും ചെയ്യാം. വെള്ളത്തിൽ വേവിക്കുമ്പോൾ അത് വേവാൻ ആവശ്യമുള്ള വെള്ളം വെച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ കൊണ്ട് ഒരു സോസ് ഉണ്ടാക്കിയിട്ട് അതിലൊഴിച്ച് അത് വറ്റിച്ചെടുക്കും. ആ രീതിയിലാണ് ഉണ്ടാക്കുക. പക്ഷേ കൂടുതൽ ടേസ്റ്റ് നമ്മളിങ്ങനെ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുമ്പോഴാണ്. ഏകദേശം ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമ്മൾ അരി വെന്ത് കിട്ടും. ഇതിൻ്റെ അരി നന്നായി വേവും വേണം, എന്നാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാനും ഉണ്ടാവണം. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് എടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഒഴിച്ച് തേങ്ങാപ്പാലൊക്കെ വറ്റി അരിയൊക്കെ വേവ് പാകമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാവർക്കും നന്നായി ഒന്നും കൂടി വെന്തതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രം ഞാനിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. ഞാൻ ഇവിടെ 2 പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടി എടുക്കുമ്പോൾ എപ്പോഴും നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മാംഗോ സ്റ്റിക്കി റൈസിന് നമ്മൾ കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ടൊരു ഐസ്ക്രീം സ്റ്റൈലും കൂടി ചെയ്യാണ്. അപ്പം ഞാൻ ഈ ഡെസേർട്ട് 2 രീതിയിൽ സെർവ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ വേവിച്ച റൈസും അതിൻ്റെ കൂടെ മാങ്ങയും കൂടി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 2 മാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്തെടുത്തുള്ള റൈസാണിത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ വേവിച്ചെടുത്ത റൈസും പിന്നെ കുറച്ച് മാങ്ങ കട്ട് ചെയ്തതും വെച്ച് നമുക്കത് അങ്ങനെ സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു സോസും കൂടി ഉണ്ടാക്കും നമ്മൾ. ഞാൻ മാംഗോ സ്റ്റിക്കി ഐസ്ക്രീം ഉണ്ടാക്കാനാണ് 1 കപ്പ് അളവിൽ ഈ അരി വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഇങ്ങനെയും കഴിക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ നമുക്കൊരു സോസും കൂടി ഉണ്ടാക്കണം. അത് 1 കപ്പ് കട്ടി തേങ്ങാപ്പാലിന് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിന് കണക്കിനെടുത്ത് ആവശ്യത്തിലുള്ള മധുരം ഇട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുക. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് കോക്കനട്ട് ഡ്രസ്സിംഗ് ആണ്. അപ്പം അതിന് വേണ്ടി നമുക്ക് ആദ്യം ഇളനീര് കട്ട് ചെയ്ത് അതിൻ്റെ പൾപ്പ് എടുക്കാം. കോക്കനട്ട് ഡ്രസ്സിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതില്ലാന്നുണ്ടെങ്കിൽ വാനില ഐസ്ക്രീം എടുത്താലും മതി. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഇളനീര്, ഇത് ഫ്രഷ് ഇളനീര് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടെൻഡർ കോക്കനട്ട് പൾപ്പ് വരുന്നുണ്ട്, അതെടുത്താലും മതി. അതും വാനില ഐസ്ക്രീമും കൂടി അടിച്ചെടുത്താലും മതി. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഇളനീരും പിന്നെ ഐസ്ക്രീമിൽ നിന്നൊരു പകുതി ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിന് മേലെ കാണുന്നത് ഇളനീരിൻ്റെ പീസാണ് കേട്ടോ. ഒന്നിച്ച് ഇതിൽ അടിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യം പകുതി ഇട്ടൊന്ന് അടിച്ചതിന് ശേഷമാണ് ബാക്കി കൂടി ഇട്ട് അടിച്ചെടുക്കുന്നത്. ഞാനിവിടെ ഇളനീരും ഐസ്ക്രീമൊക്കെ കൂടി നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഐസ്ക്രീമും മധുരത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ടെൻഡർ കോക്കനട്ട് പൾപ്പാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതിൽ ഓൾറെഡി ചിലപ്പോൾ മധുരം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇളനീരിൽ മധുരം കുറവായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഞാൻ 4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് ബാക്കിയുള്ള ഐസ്ക്രീം കൂടി അതിലേക്കിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കോക്കനട്ട് ഡ്രസ്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോക്കനട്ട് ഡ്രസ്സിങ്ങും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ, നമ്മൾ വേവിച്ചെടുത്തുള്ള റൈസും പിന്നെ ഡെക്കറേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ മൂങ് ദാലാണ്. മൂങ് ദാൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്കിനി ഇത് ഗ്ലാസ്സിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ വേവിച്ച് വെച്ചുള്ള റൈസൊക്കെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് സെർവ് ചെയ്യുന്ന ശരിയായ രീതി എന്ന് പറഞ്ഞാൽ അടിയിൽ റൈസ് ഇട്ട് അതിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് പിന്നെ ഈ കോക്കനട്ട് ഡ്രസ്സിങ് കൂടി ഇട്ട് ഇതിന് മേലെ മൂങ് ദാൽ ഇടുക. അതാണ് ഇതിൻ്റെ സെർവ് ചെയ്യുന്ന ശരിയായ രീതി. പക്ഷേ ഈ രീതിയിൽ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ റൈസിലേക്ക് കുറച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കോക്കനട്ട് ഡ്രസ്സിങ് മിക്സ് ചെയ്ത് പിന്നെ മാങ്ങ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിന് കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മളത് സെർവ് ചെയ്യുന്നത്. ഈ കോക്കനട്ട് ഡ്രസ്സിങ് നമ്മൾ 1 കപ്പ് അളവില്ല ആ അരിക്ക് കണക്കാക്കി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ പകുതി റൈസിലേക്കാണ് കോക്കനട്ട് ഡ്രസ്സിങ്ങും മാങ്ങി മിക്സ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മൾ ആദ്യം സെർവ് ചെയ്ത ആ പകുതി റൈസ് നമുക്ക് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഈ കോക്കനട്ട് ഡ്രസ്സിങ്ങും നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ മിക്സ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ നമുക്കത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കോക്കനട്ട് ഡ്രസ്സിങ്ങും മാംഗോ പിന്നെ റൈസും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് മാങ്ങ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് കുറച്ചധികം കോക്കനട്ട് ഡ്രസ്സിങ് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കതിൻ്റെ മേലായിട്ട് മൂങ് ദാലും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ മൂങ് ദാൽ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങയും തേങ്ങാപ്പാലും ആ ഇളനീരും അരിയും എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.